കോഴിക്കോട് പുതിയ കടവ് ബീച്ചിൽ 7 വയസ്സുകാരനെ തട്ടിക്കൊണ്ടുപോകാൻ ശ്രമിച്ച സംഭവത്തിൽ 2 നാടോടികളെ അറസ്റ്റ് ചെയ്തു. മംഗലാപുരം സ്വദേശികളായ ശ്രീനിവാസൻ, ലക്ഷ്മി എന്നിവരാണ് അറസ്റ്റിലായത്. ഇതിൽ ശ്രീനിവാസനെതിരെ നേരത്തെ 5 കേസുകൾ നിലവിലുണ്ട്. ഒരു പെണ്ണിനെ പിടിക്കാൻ നോക്കി. അപ്പൻ്റെ കൂട്ടുകാര് പിടിക്കാൻ പോയി. അപ്പൊ പിടിച്ചിട്ടില്ല. കൂട്ടുകാരെ കുറെ തെരി വിളിച്ച് ഇന്നത് അങ്ങനെ മറിച്ച് ചാക്കിലേക്ക് ഇടാൻ നോക്കി. കോഴിക്കോട് പുതിയ കടവ് ബീച്ചിലെ ഉമ്മയുടെ വീടിന് സമീപത്തായി കളിച്ചുകൊണ്ടിരിക്കുന്നതിനിടെയാണ് 7 വയസ്സുകാരനെ നാടോടികൾ തട്ടിക്കൊണ്ടുപോകാൻ ശ്രമിച്ചത്. കുട്ടിയും ഒപ്പമുണ്ടായിരുന്ന കുട്ടികളും ബഹളം വെച്ചതോടെ പ്രതികളായ ശ്രീനിവാസനും ലക്ഷ്മിയും ശ്രമം ഉപേക്ഷിച്ച് കടന്നു കളയുകയായിരുന്നു. പിന്നാലെ ഓടിയെത്തിയ കുട്ടികൾ ഇവരെ തടഞ്ഞു വെക്കുകയും തൊട്ടടുത്തുണ്ടായിരുന്ന പോലീസിനെ വിവരമറിയിക്കുകയുമായിരുന്നു. പോലീസ് കസ്റ്റഡിയിലെടുത്ത ശ്രീനിവാസനും ലക്ഷ്മിയും കുട്ടികളുടെ ആരോപണം നിഷേധിക്കുന്ന മൊഴിയാണ് നൽകിയത്. സംഭവത്തിൽ വലിയ ആശങ്കയുണ്ടെന്ന് കുട്ടിയുടെ പിതാവ് കേരള വിഷൻ ന്യൂസിനോട് പറഞ്ഞു. അതായത് പേടിപ്പിക്കാനായിരുന്നു ശ്രമമെങ്കിൽ ചാക്കിലിടേണ്ട ആവശ്യമില്ലല്ലോ, ചാക്കിലിടാൻ നോക്കേണ്ട ആവശ്യമില്ല. ഞാൻ സ്റ്റേഷനിലേക്ക് വരുന്ന മുന്നേ വീട്ടിൽ കയറി മോനോട് ചോദിച്ചപ്പോൾ അവരുടെ കയ്യിൽ ചാക്കുണ്ടായിരുന്നു. എന്നെ ചേർത്ത് നിർത്തിയിട്ട് അതിലേക്ക് ഇടാനായിരുന്നു ശ്രമിച്ചത്. ഞാൻ ബഹളം വെച്ചപ്പോൾ കൂടെ ഉണ്ടായ കുട്ടികളൊക്കെ ബഹളം വെച്ച് അങ്ങനെ ആളുകൾ വന്നിട്ടാണ് രക്ഷപ്പെട്ടെന്നാണ് പറഞ്ഞത്. ആൾ കൂടിയപ്പോൾ അവർ കുട്ടീനോട് ഉപേക്ഷിച്ച് കടന്നു കളഞ്ഞെന്നാണ് പറഞ്ഞു. ആക്രി സാധനങ്ങൾ ശേഖരിക്കുന്ന ശ്രീനിവാസനും ലക്ഷ്മിയും 10 ദിവസം മുൻപാണ് കോഴിക്കോട് എത്തിയത്. ശ്രീനിവാസനെതിരെ തൃശൂർ, എറണാകുളം, കോട്ടയം ജില്ലകളിലായി 5 കേസുകൾ നിലവിലുണ്ട്. പിടിച്ചുപറി, മോഷണം തുടങ്ങിയവയാണ് അവ. പുതിയ കടവ് ബീച്ചിൽ നടന്ന സംഭവത്തിൽ തട്ടിക്കൊണ്ടുപോകലിനാണ് പോലീസ് കേസെടുത്തിരിക്കുന്നത്. കേരള വിഷൻ ന്യൂസ്, കോഴിക്കോട്.